ഇന്നത്തെ വൈകുന്നേരം ചായക്ക് പാലില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചായ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ഉയർത്തി പിടിച്ച് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് പൊടി കൂടിയിട്ടുണ്ടോയെന്ന്. ഏയ് കറക്റ്റാണ് കേട്ടോ. ഇതാ ചായക്ക് കടി ഈ 4 ആൾക്കാരാണ്. ഈ 4 ആൾക്കാരെ കണ്ടിട്ട് മനസ്സിലാക്കുക ഈ വീട്ടിൽ 4 അംഗങ്ങളേ ഉള്ളൂ എന്ന്. ഏതായാലും പഴംപൊരി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് പഴംപൊരിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ബാക്കിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാലല്ലേ, മീൻ നന്നാക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ കുറച്ച് മീനൊക്കെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. മത്തി അയില ഉണ്ടായിരുന്നു, 2 തരം മീനുണ്ടായിരുന്നു. മത്തിയാണെങ്കിൽ പിടയ്ക്കുന്ന മത്തി, അയില വലിയ മോശമൊന്നുമില്ല കേട്ടോ. ഏതായാലും മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അയില വേറെ മത്തി വേറെ. അയിലനെ ഞാനിതങ്ങനെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ, അളവ് കറക്റ്റല്ലേ. മത്തിനെ പിന്നെ ഞാൻ ഒന്നാകെ കൂട്ടിയിട്ടേക്കാണ്. പൊതുവേ മത്തി കൂടി കിടന്നാണ് കാണാറ്. അപ്പോൾ അവരങ്ങനെ ഇട്ടിട്ട് ഞാൻ ചെറിയൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോർമൽ മസാലയാണ് കേട്ടോ. അങ്ങനെ മത്തി ആയാലും രണ്ടും കൂടി ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാ അപ്പം രണ്ടും രണ്ടായിട്ട് ഇടുന്നത്? രണ്ടുപേരും ഒന്നിച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും ഏതായാലും ആ മസാലയൊക്കെ കിടന്നിട്ട് നാടി തിമിർത്ത് ഡാൻസൊക്കെ കളിച്ച് വന്നിട്ടുണ്ട്. ഇനി അവരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കുട്ടികളെ ഓർത്തത്. ഓരോ ഒച്ചയും ബഹളമൊന്നും കേൾക്കാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 പേരും സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ്. കുഞ്ഞാറ്റതാ എന്നെ കണ്ടപ്പോൾ സ്ഥിരം പരിപാടി ദീദി കാട്ടി എന്ന് പറഞ്ഞ് കരയിൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, ആ സൈക്കിൾ ഞാൻ ഉന്തി കൊടുക്കണം. എനിക്ക് അതിനാണെങ്കിൽ തീരെ മനസ്സില്ല. കാരണം ഉന്തിയാലും ശരിയാവില്ല. ഓൾ വിചാരിച്ച പോലെ ഉന്തി നടക്കണം. പിന്നെ വീടൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. കുഴപ്പമൊന്നുമില്ല, സ്റ്റെപ്പൊക്കെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ വേഗം അകത്തേക്ക് കയറി പോന്നിട്ടുണ്ട്. സൈക്കിൾ ഉന്താൻ എനിക്ക് വലിയ ആഗ്രഹമില്ലാത്തതുകൊണ്ട്.